പ്രവർത്തിച്ചത് ജസ്യൂട്ടുകളായിരുന്നു എന്ന് മനസ്സിലാക്കുക. അവർക്ക് അർക്കദിയാക്കോനിൽ നിന്നുണ്ടായ നിസ്സഹകരണം ആദ്യം മുതൽ തന്നെ വ്യക്തമായിരുന്നു. എന്നാൽ അതിൻ്റെ മൂർധന്യത്തിലെത്തിയത് ഗാർസിയയുടെ കാലത്തായിരുന്നു. അതിൻ്റെ അനന്തരഫലമായിരുന്നു 1653 കൂനൻ കുരിശ് വിപ്ലവം. അപ്പോൾ ഏതാണ്ട് 54 വർഷക്കാലം മലങ്കര നസ്രാണികൾ അനുഭവിച്ച തിക്തമായ അനുഭവങ്ങൾ, അതുപോലെ തന്നെ അർക്കദിയാക്കോന്മാരുമായിട്ടുള്ള നിസ്സഹകരണം, അല്ലെങ്കിൽ അവരങ്ങോട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ടോ ഉണ്ടായ നിസ്സഹകരണം, അതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ട് 1653 അത് ഒരു പൊട്ടിപ്പുറപ്പെടുന്ന ഒരു വിപ്ലവമായിട്ട് മാറുകയായിരുന്നു. ഫ്രാൻസിസ് റോസിന്റെ നേതൃത്വം മെനസിസ് അർക്കദിയാക്കോനെ മലങ്കരയുടെ ഭരണമേൽപ്പിച്ചത് വെറും താൽക്കാലിക ക്രമീകരണമായിരുന്നു. അധികം താമസിയാതെ ഫ്രാൻസിസ് റോസ് അങ്കമാലിയുടെ മെത്രാനായി. അങ്കമാലി ഗോവയുടെ കീഴിൽ ഇരുന്നു കൊള്ളണമെന്നും മലങ്കര സഭ പോർച്ചുഗീസ് രാജാവിന് വിധേയമായി കഴിയണമെന്നും അനുശാസിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഫ്രാൻസിസ് റോസിനെ മെനസിസ് ഇവിടുന്ന് പോയി കഴിയുമ്പോഴാണ് ഫ്രാൻസിസ് റോസിനെ അങ്കമാലിയുടെ മെത്രാനായിട്ട് റോം നിയമിക്കുന്നത്. അത് കഴിഞ്ഞുണ്ടാകുന്ന സംഭവമാണ് അങ്കമാലി ഗോവയുടെ ഭാഗമായിട്ടിരിക്കണമെന്നും മലങ്കര സഭ പോർച്ചുഗീസ് രാജാവിൻ്റെ അധീനതയിൽ ഇരിക്കണമെന്നും ഒക്കെയുള്ള അവരുടെ ചെറിയ ചെറിയ നിയമങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ കൂടുതൽ മുറുകുകയാണ്, വഷളായി വരികയാണ്. ഈ നിയമവും മറ്റും ഇഷ്ടപ്പെടാതിരുന്ന മലങ്കരയിലെ ജനങ്ങളുടെ അവസ്ഥ റോസ് മനസ്സിലാക്കി അർക്കദിയാക്കോനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്കമാലിയുടെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് 1608 പോൾ അഞ്ചാമൻ മാർപ്പാപ്പ ബൂള അയച്ചു. അങ്ങനെ മലങ്കര ഗോവയുടെ കീഴിലായിരിക്കണമെന്നുള്ള നിലയ്ക്ക് വ്യത്യാസമുണ്ടായി. അപ്പൊ അതിന് അല്പം വ്യത്യാസം വന്നു. കാരണം മലങ്കര നസ്രാണികൾ അതിനോട് സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ എതിർപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ നിയമം അവർ അല്പം ലഘൂകരിക്കുകയാണ്. ഫ്രാൻസിസ് റോസ് തൻ്റെ ആസ്ഥാനം അങ്കമാലിയിൽ നിന്ന് കൊടുങ്ങല്ലൂരേക്ക് മാറ്റി. അത് തൻ്റെ സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ടായിരുന്നു. കാരണം കൊച്ചിയിലെ ലത്തീൻ ബിഷപ്പിനും അതുമൂലം ഏറെക്കാലത്തേക്ക് അതൃപ്തി ഉണ്ടാവുകയും ചെയ്തു. ഈ ലത്തീൻ ബിഷപ്പും അല്ലെങ്കിൽ ഫ്രാൻസിസ് റോസ് എന്ന് പറയുന്ന പോർച്ചുഗീസിന്റെ മെത്രാപ്പൊലീത്തായും അല്ലെങ്കിൽ അവരുടെ ആത്മീയ അധികാരി, അവർ തമ്മിലും വലിയ സഹകരണമില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. റോസിന്റെ കാലത്ത് തന്നെ നടന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, 1603 അങ്കമാലിയിൽ വിളിച്ചു ചേർത്ത സുന്നഹദോസിൽ 300 പട്ടക്കാരും അൽമായരും പങ്കെടുത്തു. അത് 1599 ഉദയംപേരൂർ സുന്നഹദോസ് നിശ്ചയങ്ങൾ ലാഘവപ്പെടുത്തുവാനായിരുന്നു. ഉദയംപേരൂർ സുന്നഹദോസ് കഴിഞ്ഞ അടുത്ത സുന്നഹദോസ് ആണ് അങ്കമാലിയിലെ സുന്നഹദോസ് 1603. അത് ഉദയംപേരൂർ സുന്നഹദോസിൽ എടുത്ത ചില തീരുമാനങ്ങൾ വ്യത്യാസപ്പെടുത്തുവാനും ലഘൂകരിക്കുവാനുമായിട്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ സുന്നഹദോസിന്റെ നിർദ്ദേശങ്ങൾ ഇഷ്ടപ്പെടാതിരുന്ന റോസ് 1606 സഭയുടെ ഉപയോഗത്തിലേക്ക് ആവശ്യമായ അനുശാസനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. 1606. രണ്ടാമത്തെ കാര്യം, ഇടവക തലത്തിലെ വേല. 1603 റോസ് മറ്റ് ചില മിഷണറിമാരുമായി പള്ളികൾ സന്ദർശിച്ച് വിശ്വാസം, സഭാജീവിതത്തിലുള്ള വളർച്ച, കുട്ടികൾക്കുള്ള മത അഭ്യസനം, കുംഭസാരം, കുർബാന അനുഭവം എന്നിവ സഭാംഗങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചു. മൂന്നാമത്തെ കാര്യം, അർക്കദിയാക്കോനുമായിട്ടുള്ള ബന്ധം. റോസിന്റെ ഭരണകാലഘട്ടം അർക്കദിയാക്കോനുമായുള്ള ബന്ധം ശിഥിലമായിരുന്നു. 1609 ഗീവർഗീസ് അർക്കദിയാക്കോൻ റോസിനെ പരസ്യമായി എതിർക്കുകയുണ്ടായി. റോസ് ഗീവർഗീസ് അർക്കദിയാക്കോനെ മുടക്കി.
എന്നാൽ ഗീവർഗീസ് ആകട്ടെ ജസ്യുത്തരുമായി ഐക്യമില്ലാതിരുന്ന ഫ്രാൻസിസ്കരുമായി അടുപ്പത്തിലായി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വിരോധവും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ചില എതിർപ്പുകളും വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗീവർഗീസ് അർക്കദിയാക്കോൻ ഫ്രാൻസിസ്കരുമായിട്ട് അടുക്കാൻ തുടങ്ങി, ഇവരുമായിട്ട് എതിർക്കാൻ വേണ്ടി, ജസ്റ്റുത്തരുമായിട്ട്. ആദ്യ ബിഷപ്പിന് ശേഷം ആ സ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഗീവർഗീസ് റോസിൽ നിന്നും അതിനുള്ള നടപടികളൊന്നും ഉണ്ടാകാതിരുന്നതിനാൽ അർക്കദിയാക്കോൻ എന്നുള്ള പരിഗണനയും തന്റെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ എത്തുകയും ചെയ്തു. ഫ്രാൻസിസ് റോസ് ഗീവർഗീസ് അർക്കദിയാക്കോന് ഒരു പ്രോമിസ് കൊടുത്തിരുന്നു, അദ്ദേഹത്തെ മെത്രാനാക്കാമെന്നുള്ള. പക്ഷെ അദ്ദേഹം അതിനുശേഷം ആ പ്രതിജ്ഞയിൽ നിന്ന് അല്ലെങ്കിൽ ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് വീണ്ടും തമ്മിൽ ഇഷ്ടക്കേടുകൾ ഉണ്ടാകുകയാണ്. ഗീവർഗീസ് തന്റെ ഉദ്ദിഷ്ട കാര്യം നേടിയെടുക്കാനായിട്ടാണ് ഫ്രാൻസിസ് റോസിനെ കൂട്ടുപിടിച്ചത്. എന്നാൽ അതും നടക്കാതെ വന്നപ്പോൾ 1615 റോസുമായി രമ്യതയിൽ വീണ്ടും വരികയാണ്. 1618 മുതൽ 24 വരെ വീണ്ടും അവർ തമ്മിൽ യോജിപ്പുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് അടുക്കും, പിന്നെ വീണ്ടും പിണങ്ങും, വീണ്ടും അടുക്കും, വീണ്ടും പിണങ്ങും. അങ്ങനെ ഈ അർക്കദിയാക്കോനും അന്നത്തെ പോർച്ചുഗീസ് ബിഷപ്പും അല്ലെങ്കിൽ ലത്തീൻ ബിഷപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹമില്ലാതെയും അടുക്കാതെയും വീണ്ടും ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അടുത്തും അങ്ങനെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഗോവയിലേക്ക് റോസ് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ സഭാകാര്യങ്ങൾ നോക്കുവാൻ അർക്കദിയാക്കോനെ ചുമതലപ്പെടുത്തേണ്ടതിന് പകരം വൈപ്പിക്കോട്ട സെമിനാരിയിലെ റെക്ടറോട് സഭാകാര്യങ്ങൾ നോക്കി നടത്താൻ ആവശ്യപ്പെട്ടു. അതും ഗീവർഗീസ് അർക്കദിയാക്കോന് ഒരു പോരായ്മയായിട്ട് തോന്നി അദ്ദേഹത്തെ കൊച്ചാക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന് തോന്നുകയാണ് ഉണ്ടായത്. അതും ഗീവർഗീസിന് നീരസം ഉളവാക്കി. 1624 റോസ് നിര്യാതനായി. പിൻഗാമി നിയമിതനാകും വരെ അർക്കദിയാക്കോൻ സഭാകാര്യങ്ങൾ നോക്കണമെന്ന് ഒരു കടലാസിൽ റോസ് എഴുതി വെച്ചിരുന്നു. അപ്പൊ വീണ്ടും ഗീവർഗീസിന്റെ കയ്യിൽ സഭാഭരണം കൈവരികയാണ്. അപ്പോൾ ഫ്രാൻസിസ് റോസിന്റെ കാലം കഴിഞ്ഞു. അടുത്തത് സൗമ്യനായ സ്റ്റീഫൻ ബ്രിട്ടോ എന്നുള്ള വ്യക്തിയാണ്. ഫ്രാൻസിസ് റോസിന്റെ പിൻഗാമിയായ സ്റ്റീഫൻ ബ്രിട്ടോ 1624 മലങ്കര സഭയുടെ ചുമതലയേറ്റു. അദ്ദേഹം അർക്കദിയാക്കോനുമായി രമ്യതയിൽ പ്രവർത്തിച്ചു. പ്രധാന തീരുമാനങ്ങൾ തമ്മിൽ ആലോചിച്ച് നടപ്പിലാക്കി. അപ്പോൾ ഒരു പോളിസി ചേഞ്ച് ഉണ്ടാകുകയാണ്. കുറച്ചുകൂടെ സൗമ്യമായിട്ടും സ്നേഹമായിട്ടും പ്രവർത്തിക്കാൻ തുടങ്ങി സ്റ്റീഫൻ ബ്രിട്ടോ. എന്നാലും ചില അവസരങ്ങളിൽ വൈരസ്യം ഉണ്ടായിട്ടുണ്ട്. വിദേശീയരെ അതിരുകടന്ന് വിശ്വസിക്കാതെ സ്വന്തം നില ഉറപ്പിക്കാൻ ഉദ്ദേശിച്ച അദ്ദേഹം ഇടപ്പള്ളി കേന്ദ്രമാക്കി വിശുദ്ധ തോമസ് അപ്പോസ്തലന്റെ സമൂഹം എന്ന പേരിൽ ഒരു സന്യാസ പ്രസ്ഥാനത്തിന് രൂപം നൽകി. ആര്? ഗീവർഗീസ്. ആദ്യമൊക്കെ ജസ്യൂത്തരുടെയും ബ്രിട്ടോയുടെയും പ്രോത്സാഹനം ലഭിച്ചുവെങ്കിലും പിന്നീട് ആർച്ച് ബിഷപ്പിനെ എതിർക്കുന്ന ഒരു പ്രസ്ഥാനമായേക്കാം എന്നുള്ള ഭയത്തിൽ അദ്ദേഹത്തിന്റെ അനുമതിയോടെ വേണം അതിൽ അംഗങ്ങൾ ചേരുവാനെന്ന് നിഷ്കർഷിച്ചു. എന്നാൽ ജസ്യൂത്തരെ ഒഴിവാക്കി മറ്റു സമൂഹങ്ങൾ വഴി പ്രസ്ഥാനത്തിന് റോമിന്റെ അംഗീകാരം നേടാൻ ഗീവർഗീസ് പരിശ്രമിച്ചു. ബ്രിട്ടോ അതിൽ കുപിതനാവുകയും ചെയ്തു. ബ്രിട്ടോയെ കൂടാതെ റോമിൽ നിന്ന് അനുമതി നേടിയെടുക്കുവാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ ബ്രിട്ടോയുമായിട്ട് അത് പിണങ്ങുവാനുള്ള ഒരു കാരണമായി തീർന്നു. പിന്നീട് 1640 അർക്കദിയാക്കോൻ മരിക്കും വരെ ബ്രിട്ടോ അദ്ദേഹവുമായി രമ്യതയിൽ കഴിയുകയും ചെയ്തു. പിൻഗാമിയായി പറമ്പിൽ തോമസിനെ അർക്കദിയാക്കോനായി ബ്രിട്ടോ നിയമിച്ചു. പകലോമറ്റം കുടുംബത്തിന്റെ പിന്തുണ നേടാനും കൂടിയാണ് ഇപ്രകാരം അദ്ദേഹം ചെയ്തത്. ബ്രിട്ടോ അർക്കദിയാക്കോനുമായി സൗമ്യമായി ഇടപെട്ടിരുന്നു എന്നത് പ്രസ്താവ്യമാണ്. 1641 ബ്രിട്ടോ നിര്യാതനായി. അപ്പോൾ ഗീവർഗീസ് അർക്കദിയാക്കോനും ബ്രിട്ടോയും തമ്മിൽ കുറച്ചൊക്കെ സൗമ്യമായും സ്നേഹമായും സഹകരിച്ചും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് കാണാം. ഈ കാലത്താണ്
തോമസ് അപ്പോസ്തലന്റെ സമൂഹം എന്ന പേരിൽ ഇടപ്പള്ളിയിൽ ഒരു മോണസ്റ്ററി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അദ്ദേഹം രൂപീകരിച്ചു. അത് ഈ ജസ്റ്റിത്തുരുമായിട്ട് ഒരു നേരിട്ടുള്ള പോരിന് ഇടയാക്കുമെന്നൊക്കെയുള്ള ഒരു ഭയം ബ്രിട്ടോയ്ക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം മരിക്കുന്ന കാലം വരെ കുറച്ചൊക്കെ അർക്കദിയാക്കോനുമായിട്ട് സ്നേഹമായിട്ട് പ്രവർത്തിച്ചു എന്ന് കാണും. ബ്രിട്ടോയ്ക്ക് ശേഷം വരുന്നത് അധികാരപ്രേമിയായ ഫ്രാൻസിസ് ഗാർസിയയാണ്. ബ്രിട്ടോയുടെ പിൻഗാമിയായി ഗാർസിയ അധികാരം പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ കാലത്താണ് 1653 കൂരൻ കുരിശ് സത്യം നടക്കുന്നത്. അർക്കദിയാക്കോൻ തോമസും ഗാർസിയായും തമ്മിൽ പിണങ്ങിക്കഴിയേണ്ടി വന്നു. ഗാർസിയ അർക്കദിയാക്കോനെ കൂടാതെ ഭരണം നടത്തുവാൻ ആഗ്രഹിച്ചു. അർക്കദിയാക്കോനാകട്ടെ പരമ്പരാഗതമായി നിലനിന്നിരുന്ന അവകാശ അധികാരങ്ങൾ പരിരക്ഷിക്കപ്പെടണമെന്നും ആഗ്രഹിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ പറമ്പിൽ തോമസ് ആണ് ഇപ്പോൾ അർക്കദിയാക്കോനായിരിക്കുന്നത്. അത് നമ്മൾ കേട്ടു. ബ്രിട്ടോ അപ്രകാരം ചെയ്യാൻ കാരണം ഈ പകലോമറ്റം കുടുംബത്തിന്റെ പിന്തുണ, ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പൊ തോമസ് അർക്കദിയാക്കോനാണ് ഇപ്പോൾ. ഇപ്പൊ തോമസ് അർക്കദിയാക്കോനും അതുപോലെ തന്നെ ഫ്രാൻസിസ് ഗാർസിയായുമാണ് 1653 കൂരൻ കുരിശ് സത്യം നടക്കുന്ന സമയത്തെ ഭരണാധികാരികൾ. മലങ്കരയുടെ പ്രതിനിധി തോമസ് അർക്കദിയാക്കോൻ, പോർച്ചുഗീസിന്റെ അധിപതി ഫ്രാൻസിസ് ഗാർസിയ. അർക്കദിയാക്കോൻ കൊച്ചി രാജാവിന്റെയും വടക്കൻകൂർ രാജാവിന്റെയും പിന്തുണയോടെ ആർച്ച് ബിഷപ്പിനെ വിഷമിപ്പിക്കുവാൻ ശ്രമം നടത്തി. 1645 പോർച്ചുഗീസ് വൈസ്രോയിയെ സമീപിച്ച് ഗാർസിയക്കെതിരായി പരാതി സമർപ്പിച്ചു. ആർച്ച് ബിഷപ്പ് ഏതാനും വ്യവസ്ഥകൾ വെച്ച് രമ്യമാകാൻ ശ്രമിച്ചു. എന്നിരുന്നാലും സൗഹാർദ്ദം കൈവന്നില്ല. തോമസിന് ഈ ഘട്ടത്തിൽ ഡൊമിനിക്കരുടെയും കർമ്മലിത്തരുടെയും സഹായം ലഭിച്ചു. ഗാർസിയ ഇതിൽ ക്ഷുഭിതനായി. എങ്കിലും കർമ്മലിത്തരിലൂടെ തോമസ് തന്റെ പരാതികൾ റോമിലെത്തിച്ചു. 3 കർമ്മലിത്തരെ, ഒരാളെ റോമിലും ഒരാളെ പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിലും മറ്റൊരാളെ ഗോവയിലും തോമസിന് വേണ്ടി വാദിക്കാൻ നിയമിതരായി. എങ്കിലും ഗാർസിയയ്ക്ക് അവിടെയെല്ലാം പിടിപാടുണ്ടായിരുന്നതിനാൽ തോമസിന് ഇതുകൊണ്ടൊന്നും ഗുണമുണ്ടായില്ല. അപ്പൊ ഈ ഫ്രാൻസിസ് ഗാർസിയയുമായിട്ട് പോര് നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം കണ്ടെത്തിയത് കർമ്മലിത്തരെയും അതുപോലെ തന്നെ ഡൊമിനിക്കരെയുമാണ്. അത് കുറെയൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചുവെങ്കിലും പക്ഷെ ഈ ഗാർസിയയ്ക്ക് എല്ലായിടത്തും പിടിപാടുണ്ടായിരുന്നതുകൊണ്ട് വേണ്ട രീതിയിൽ അത് പ്രാവർത്തികമായില്ല. 1648-49 റോമുമായി സമ്പർക്കമില്ലാത്ത കോപ്റ്റിക് പാത്രിയർക്കീസ്, ആന്റിയോക്യൻ സിറിയൻ പാത്രിയർക്കീസ്, ബാബിലോണിലെ നെസ്റ്റോറിയൻ പാത്രിയർക്കീസ് എന്നിവർക്ക് സഹായാഭ്യർത്ഥന നടത്തി മലങ്കര സഭയ്ക്ക് ബിഷപ്പുമാരെ അയച്ചു സഹായിക്കണമെന്ന് തോമസ് അർക്കദിയാക്കോൻ അഭ്യർത്ഥിച്ചു. കത്തുകൾ ഉദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തിയിരുന്നോ എന്ന ചോദ്യം അവശേഷിക്കുന്നു. തോമസ് അർക്കദിയാക്കോൻ ഗാർസിയയുമായി മത്സരം ഫലപ്രദമായി തുടരാൻ മറ്റൊരു മാർഗം കണ്ടു. ഇടപ്പള്ളിയിലെ സെന്റ് തോമസ് സന്യാസ സമൂഹത്തിൽ ആർച്ച് ബിഷപ്പിന്റെ അനുമതി കൂടാതെ തോമസ് അർക്കദിയാക്കോനും കൂടെയുള്ളവരും അംഗത്വമെടുത്തു. ഇടപ്പള്ളി, അങ്കമാലി പ്രദേശങ്ങളിലെ സമൂഹ പള്ളികൾ അവർ കൈവശമാക്കി. ഗാർസിയ തോമസിനെ വിസ്തരിച്ച് കുറ്റക്കാരനായി വിധിച്ചു. ഈ സമയത്ത് അത് അവഗണിച്ച് അദ്ദേഹം അവിടെ തന്നെ തോമസിനെ ആത്മീയ ശുശ്രൂഷകൾ ക്രമമായി നടത്തി. ഇത് തോമസ് അർക്കദിയാക്കോനും ആ സമയത്ത് ഗാർസിയയുമായിട്ടുള്ള ശീതയുദ്ധത്തിന്റെ അല്ലെങ്കിൽ ശീതസമരത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ മൂർധന്യതയിലേക്ക് വരികയാണ്. ഇവിടെയാണ് തോമസ് അർക്കദിയാക്കോൻ മറ്റ് വിദേശ സഭകളിലെ, പൗരസ്ത്യ സഭകളിലെ ബിഷപ്പുമാരുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. അതൊന്നും ആ സമയത്ത് ഫലവത്തായി തീർന്നില്ല. 1652
അവരെ തമ്മിൽ രമ്യതപ്പെടുത്തുവാൻ കൊച്ചിയിലെ പോർച്ചുഗീസ് ക്യാപ്റ്റൻ ശ്രമം നടത്തി. അതും വിജയം കാണാതെ 1653 വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ ഇവരെ തമ്മിലൊന്ന് യോജിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു. പക്ഷെ അതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഈ വലിയ കൂനൻ കുരിശിന്റെ വിപ്ലവം ഉണ്ടാകുന്നത്. ആ പാഠം അത്രയുമാണ്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ അതിനെക്കുറിച്ച്? കുറെ കാലം മലങ്കര സഭ കത്തോലിക്കരുടെ അണ്ടറിലായിരുന്നു. തീർച്ചയായിട്ടും കത്തോലിക്കരുടെ അണ്ടറെന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കുന്ന നല്ലൊരു സമൂഹമുണ്ട്. പക്ഷെ അവർക്ക് രാഷ്ട്രീയമായിട്ടും അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടൊന്നും വലിയ ശക്തിയില്ലാതെ പോയി. അതുകൊണ്ട് അത് സമ്മതിച്ച് മനസ്സോടെ സമ്മതിച്ച് മുന്നോട്ട് പോയി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിന്റെ ഒരു മൂർധന്യതയാണ് ഈ കൂനൻ കുരിശ് വിപ്ലവത്തിൽ കാണുന്നത്. അവരുടെ എല്ലാ എതിർപ്പുകളും, മനസ്സിലുണ്ടായിരുന്ന എല്ലാ അവരോടുള്ള വിദ്വേഷവും പരിപൂർണമായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ 1653 കൂനൻ കുരിശ്. ഓക്കെ, അടുത്ത പാഠത്തിലേക്ക് പോട്ടെ. യൂണിറ്റ് 4 പാഠം 1 മാർത്തോമ ക്രിസ്ത്യാനികൾ 2 തട്ടുകളിൽ. അതിന്റെ പ്രാരംഭം അഹത്തള്ളയുടെ ആഗമനം, ജനക്ഷോഭ പ്രകടനം, മാർത്തോമ ഒന്നാമൻ. ഒരു വലിയ വഴിത്തിരിവാണ്, അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. 1653 വിപ്ലവം. അതിന് വിപ്ലവം തന്നെയാണ് പേര് പറയുന്നത്. ഒരു റവല്യൂഷൻ ആയിരുന്നു കൂനൻ കുരിശ് സത്യം എന്ന് പറയുന്ന വലിയ സംഭവം. പ്രാരംഭം ഇപ്രകാരമാണ്. 1599 ഉദയം പേരൂർ സുന്നഹദോസിനുണ്ടായ ഒരു തിരിച്ചടിയായിരുന്നു 1653 കൂനൻ കുരിശ് വിപ്ലവം. ഗാർസിയായുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസും റോമും അതിനെ നേരിടാൻ പരമാവധി ശ്രമിച്ചു. അങ്ങനെ നല്ല ഒരു പക്ഷത്തെ റോമൻ കത്തോലിക്ക ബന്ധത്തിൽ ചേർത്ത് നിർത്തുവാൻ സാധിച്ചു. എന്നാൽ ഗണ്യമായ ഒരു ഭാഗം അതിന് കീഴ്വഴങ്ങാതെ നിലകൊണ്ടു. പിന്നീട് ക്രമേണയായി അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ബന്ധത്തിലേക്ക് അത് നീങ്ങുവാനിടയായി. ഇങ്ങനെ 17ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെയും ഏകമായിരുന്ന മലങ്കര സുറിയാനി സഭ അതിനുശേഷം 2ആയി പിരിഞ്ഞു. നമ്മളവിടെ ആദ്യം കണ്ടല്ലോ, ഈ പാഠത്തിന്റെ യൂണിറ്റിന്റെ പേര് തന്നെ മാർത്തോമ ക്രിസ്ത്യാനികൾ 2 തട്ടിൽ എന്നാണ്. ഈ 2 തട്ടിലാകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ വിശദീകരിച്ചത്. 2 ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നു. 1, മലങ്കര സഭയിലെ പിരിവ് എങ്ങനെ ഉണ്ടായി? 2, പേർഷ്യയിലെ നെസ്തോറിയൻ സഭയുമായി ബന്ധത്തിലിരുന്ന മലങ്കര സഭയുടെ ഒരു വിഭാഗം പോർച്ചുഗീസുകാരെക്കാൾ അധികമായി ആ സഭയെ ജുഗുപ്സാവഹമായി ചിത്രീകരിക്കുന്ന അന്ത്യോക്യൻ സുറിയാൻ സഭയുടെ വലയിൽപ്പെടുവാൻ എങ്ങനെ ഇടയായി? ഈ കാര്യങ്ങൾ ഈ അധ്യായത്തിൽ പരിശോധിക്കുന്നു. മനസ്സിലായിട്ടുണ്ടല്ലോ മലങ്കര സഭയിലെ പിരിവ് എങ്ങനെ ഉണ്ടായി. രണ്ടാമത്, മലങ്കര സഭയ്ക്ക് എപ്പോഴും നെസ്തോറിയൻ വിശ്വാസം എന്ന് പറയുന്ന പേർഷ്യൻ സഭയുമായിട്ടായിരുന്നു ബന്ധം. ഈ അന്ത്യോക്യൻ സഭ എപ്പോഴും പേർഷ്യൻ സഭയെ കുറ്റം പറയുന്ന പതിവുണ്ടായിരുന്നു. അവര് ഫോണൊന്ന് ഓഫ് ചെയ്യണം. ഫോൺ പോയോ? ഇല്ല, പോയിട്ടില്ല. ഒരു സെക്കൻഡ്. ഓക്കെ. ഓക്കെ, അപ്പം ഈ അന്ത്യോക്യൻ സഭയും പേർഷ്യൻ സഭയുമായിട്ട് വലിയ വിരോധത്തിലായിരുന്നു. കാരണം പേർഷ്യൻ സഭ ഒരു വിശ്വാസ വിപരീത സഭയാണെന്നും ഹെററ്റിക്സ് ആണെന്നൊക്കെ കുറ്റപ്പെടുത്തുന്നവരാണ് അന്ത്യോക്യൻ സഭ. പക്ഷെ
പേർഷ്യൻ സഭയുമായിട്ടായിരുന്നു മലങ്കര സഭയ്ക്ക് ബന്ധം. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് മലങ്കര സഭ അന്ത്യോക്യൻ സഭയുടെ പിടിയിൽപ്പെടുന്നത് അല്ലെങ്കിൽ വലയിൽ വീഴുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ വരുന്നു. അടുത്തത് അഹത്തള്ളായുടെ ആഗമനം. ആർച്ച് ബിഷപ്പ് ഗാർസിയായും അർക്കദിയാക്കോൻ തോമസും തമ്മിലുള്ള വടംവലി അതിന്റെ പരമകോടിയിൽ എത്തി നിൽക്കുമ്പോഴാണ് അഹത്തള്ള പ്രത്യക്ഷനാകുന്നത്. അദ്ദേഹം ആരായിരുന്നു, എങ്ങനെയാണ് ഈ സമയത്ത് ഇന്ത്യയിൽ വന്നത്, ഇതിന് വേണ്ടത്ര തെളിവുകൾ ഉണ്ടോ, ചരിത്രകാരന്മാരുടെ ഉത്തരമോ ഇതിന് ലഭ്യമല്ല. ഓക്കെ, ആരാണ്, എന്താണ്, എവിടെ നിന്ന് വന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായ തെളിവുകളില്ല എന്നും വേണം മനസ്സിലാക്കാൻ. ഇദ്ദേഹം അന്ത്യോക്യൻ സുറിയാൻ സഭാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് പാത്രിർക്കീസ് ആയിരുന്നു എന്ന് എം ഫിലിപ്പോസ് പറയുന്നു. എം ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ എപ്പോഴും യാക്കോബായ സഭയെ അല്ലെങ്കിൽ പാത്രിർക്കീസ് പക്ഷത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരുടെ അനുഭാവിയായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം അവരുടെ ഭാഗം സാധൂകരിക്കാനായിട്ട് പല കാര്യങ്ങളും ഇതിനകത്ത് എഴുതുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. അത് വസ്തുനിഷ്ഠമായി വിശ്വസിക്കാൻ കഴിയുന്നതല്ല. ആ പേരിൽ ആ കാലഘട്ടത്തിൽ ഒരു പാത്രിർക്കീസ് അന്ത്യോക്യയിൽ ഉണ്ടായിരുന്നതായോ ആ കാലത്ത് ഏതെങ്കിലും പാത്രിർക്കീസ് ഇന്ത്യ സന്ദർശിച്ചതായോ രേഖയില്ലെന്ന് അന്ത്യോക്യൻ പാത്രിർക്കീസ് തന്നെ ആയിരുന്ന യാക്കോബ് തൃതീയൻ തന്നെ പ്രസ്താവിച്ചിട്ടുള്ളതാണെന്ന് നമ്മുടെ ഈ പുസ്തകത്തിന്റെ രചയിതാവ് VC ശാമുവലച്ചൻ നേരിട്ട് കേട്ടതായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് യാക്കോബ് തൃതീയൻ പാത്രിർക്കീസിന്റെ നേരിട്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ കേട്ടതാണ്. ഈ കാലഘട്ടത്തിൽ, അതായത് 17-ാം നൂറ്റാണ്ടിൽ അന്ത്യോക്യയിൽ ഈ പേരിൽ അഹത്തള്ള എന്ന പേരുള്ള ഒരു പാത്രിർക്കീസ് ഇല്ലായിരുന്നു. മാത്രമല്ല ആ കാലഘട്ടത്ത് ഇന്ത്യ സന്ദർശിക്കത്തക്കവണ്ണം ഒരു പാത്രിർക്കീസ് സിറിയയിൽ നിന്നും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എം ഫിലിപ്പോസിന്റെ വാദം അദ്ദേഹം തള്ളിക്കളയുകയാണ്. മാത്രമല്ല സ്വന്തം സഭയോടുള്ള കടപ്പാടുകൾ മറന്ന് മലങ്കര സഭയെ സഹായിക്കാൻ പാത്രിർക്കീസ് തന്നെ ഈ സാഹസത്തിന് ഒരുമ്പെടുമെന്ന് വിശ്വസിക്കുവാനും പ്രയാസമാണ്. റോമൻ കത്തോലിക്ക ചരിത്രകാരന്മാരുടെ അഭിപ്രായ പ്രകാരം അഹത്തള്ള അന്ത്യോക്യൻ സുറിയാൻ സഭയുടെ ഒരു മേൽപ്പട്ടക്കാരനായിരുന്നു. പിന്നീട് 1631 റോമൻ കത്തോലിക്ക സഭയിൽ ഐക്യപ്പെട്ടു. ആ സമയത്ത് നടന്ന പാത്രിയർക്ക തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കത്തോലിക്ക സഭയോട് ഐക്യപ്പെട്ട് കൈറോയിൽ താമസിച്ചു വരവെ മലങ്കരയിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നിവേദനം കോപ്റ്റിക് പാത്രിയർക്കീസിന് ലഭിച്ചു. ആ വിവരം മനസ്സിലാക്കി അഹത്തള്ള ഇന്ത്യയിലേക്ക് പുറപ്പെടുകയായിരുന്നു. ഈ കഥയിലും വിശ്വാസ്യത കാണാൻ പ്രയാസമാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, തോമസ് അർക്കദിയാക്കോൻ 3 പേട്രിയാർക്കേറ്റുകളിലേക്ക് സഹായ അഭ്യർത്ഥന അയക്കുന്നുണ്ട്. അന്ത്യോക്യയിലേക്ക്, അതുപോലെ തന്നെ പേർഷ്യയിലേക്ക്, മറ്റൊന്ന് കോപ്റ്റിക് പാത്രികസിന്റെ അടുക്കലേക്ക്. അങ്ങനെ സഹായാഭ്യർത്ഥന കോപ്റ്റിക് പാത്രികസിന്റെ അടുക്ക് ചെല്ലുമ്പോൾ ഈ അഹത്തള്ള എന്ന് പറയുന്ന ആള് അവിടെ താമസിക്കുന്നുണ്ട്. അദ്ദേഹം പാത്രിക സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റ് കത്തോലിക്ക സഭയിൽ ചേർന്ന് കൈറോയിൽ താമസിക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് കേട്ട ഉടനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. അതും വിശ്വസിക്കാൻ VC ശാമുവലച്ചന് മതിയായ കാരണങ്ങളില്ല എന്ന് പറയുന്നത്. 1662 സൂററ്റിലെത്തിയ അഹത്തള്ളായെ പോർച്ചുഗീസുകാർ ബന്ധനസ്ഥനാക്കി അവിടെ നിന്നും മൈലാപ്പൂരിലെത്തിച്ചു, തടങ്കലിൽ പാർപ്പിച്ചു. പിന്നീട് ഗോവയിലേക്ക് കൊണ്ടുപോയി വിസ്തരിച്ച് നടപടി സ്വീകരിക്കുവാനായിരുന്നു പോർച്ചുഗീസുകാരുടെ ഉദ്ദേശം. അങ്ങനെ ഇപ്പോൾ ഇന്ത്യയിൽ വന്ന അഹത്തള്ള പോർച്ചുഗീസുകാരുടെ പിടിയിലാണ്. മൈലാപ്പൂരിൽ തീർത്ഥാടനം പോയ 2 വൈദിക വിദ്യാർത്ഥികൾ അഹത്തള്ളയെ കണ്ടതായും അദ്ദേഹം കൊടുത്തതായ ഒരു കത്ത് അർക്കദിയാക്കോന് കൈമാറിയതായും പറയപ്പെടുന്നു. അദ്ദേഹം അഹത്തള്ളയുടെ ആഗമന വിവരം സമുദായത്തിൽ പ്രചരിപ്പിച്ചു. അർക്കദിയാക്കോന് സഭയിലുണ്ടായിരുന്ന സ്ഥാനവും ആർച്ച് ബിഷപ്പുമായുള്ള അനൈക്യവും ഈ വാർത്ത പ്രചരിപ്പിക്കാൻ അർക്കദിയാക്കോനെ പ്രേരിപ്പിച്ചു എന്ന് പറയാം. ആർച്ച് ബിഷപ്പിനോടുള്ള അപ്രീതി മനുഷ്യരെ അദ്ദേഹത്തിനെതിരായി കർമ്മോന്മുഖരാക്കി.
അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സമുദായത്തിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും അർക്കദിയാക്കോന് കൂടുതൽ സപ്പോർട്ട് കിട്ടി. അർക്കദിയാക്കോൻ ആഗ്രഹിച്ചിരുന്നത് ഈ ആർച്ച് ബിഷപ്പിനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിന് കിട്ടിയ ഒരു വലിയ പിടിവള്ളിയായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് ആളുകൾ വളരെ ഉത്സാഹത്തോടെ മുന്നോട്ട് വരികയാണ്. ഇത് ജനങ്ങളുടെ ഇടയിൽ വലിയ കോളിളക്കം ഉണ്ടാക്കി. ഇത് വെറും പോർച്ചുഗീസിനോടും ഗാർസിയായോടുമുള്ള വിരോധം മാത്രമായിരുന്നു എന്ന് പറയാൻ സാധിക്കുകയില്ല. പോർച്ചുഗീസിനോടും ഗാർസിയായോടുമുള്ള വിരോധം മാത്രമായിരുന്നു, അല്ലാതെ റോമൻ കത്തോലിക്ക സഭയോടുള്ള വിരോധമായിരുന്നില്ല എന്ന് പ്രചരിപ്പിക്കുവാൻ റോമൻ കത്തോലിക്ക ചരിത്രകാരന്മാർ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിപരമായിട്ടുള്ള വിരോധമാണ്, അല്ലാതെ റോമൻ കത്തോലിക്ക സഭയുമായിട്ട് ഇതിന് വിരോധത്തിന് കാരണമൊന്നുമില്ല. റോമൻ കത്തോലിക്ക സഭയെ എല്ലാവരും അംഗീകരിച്ചിരുന്നതാണെന്നുള്ള രീതിയിലാണ് അവരുടെ ചരിത്രകാരന്മാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പേർഷ്യൻ സഭയുടെയോ മറ്റേതെങ്കിലും പൗരസ്ത്യ സഭയുടെയോ സഹായം ലഭിക്കുമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ പോർച്ചുഗീസുകാരെയും റോമൻ കത്തോലിക്കരെയും നിരാകരിക്കുവാൻ സന്നദ്ധമായ ഒരു വിഭാഗം മലങ്കര സഭയിൽ ഉണ്ടാകുമായിരുന്നു എന്ന പരമാർത്ഥം ചരിത്രം വ്യക്തമാക്കുന്നു. അപ്പോൾ എങ്ങൊന്നും സഹായം കിട്ടാതെ വന്നപ്പോഴാണ് ഈ റോമൻ കത്തോലിക്കരുടെ കീഴിൽ ഇരിക്കേണ്ടി വന്നത്. അങ്ങനെ ഒരു സഹായം പുറത്തുനിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും കത്തോലിക്കരുമായിട്ട് അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുമായിട്ടുള്ള ഒരു വിധേയത്വത്തിൽ മലങ്കര നസ്രാണികൾ ഇരിക്കുകയില്ലായിരുന്നുവെന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. അപ്പോൾ അത്രമാത്രം വിരോധം ഈ ശക്തികളോട് മലങ്കര മക്കൾക്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. അടുത്തത് ജനക്ഷോഭം പ്രകടമാകുകയാണ്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ അഹത്തല്ലായെ കുറിച്ച് കേട്ട് സന്തുഷ്ടരായിരിക്കുന്ന സമയത്താണ് പോർച്ചുഗീസുകാർ അദ്ദേഹത്തെ വിസ്തരിച്ചു നടപടിക്ക് വിധേയനാക്കുവാൻ ഗോവയിലേക്ക് മാറ്റിയത്. അപ്പോൾ മൈലാപ്പൂരിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റി. റോമൻ പാപ്പായാൽ അധികാരം പ്രാപിച്ച് ചൈനയുടെയും ഇന്ത്യയുടെയും ആകമാന പാത്രികീസായിരുന്ന അഹത്തള്ള എന്ന് സ്ഥാപിക്കാൻ റോമൻ കത്തോലിക്കർ ബന്ധപ്പെടുന്നുണ്ട്. റോമൻ കത്തോലിക്കർ പറയുന്നത് അത് പാപ്പ വിട്ട ആളാണ്, ചൈനയുടെയും ഇന്ത്യയുടെയും ചുമതല ഏറ്റുകൊണ്ട് വന്ന ഒരു ബിഷപ്പാണെന്നുള്ള രീതിയിൽ റോമൻ കത്തോലിക്കർ പ്രചരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പൗരസ്ത്യ സഭകൾ റോമൻ സഭാധ്യക്ഷനെ ആഗോള സഭയിലെ ഒരു പാത്രികീസായിട്ട് മാത്രമേ കരുതുന്നുള്ളൂ. ഇപ്പൊ റോമൻ കത്തോലിക്ക സഭ പറയുന്നത് പോലെ റോമൻ പാപ്പായെ പൗരസ്ത്യ സഭകള് ഒരു വലിയ ആളായിട്ടല്ല കരുതുന്നത്. പകരം ഇപ്പം അന്ത്യോക്യൻ പാത്രികീസ് അല്ലെങ്കിൽ അലക്സാന്ദ്രിയൻ പാത്രികീസ് അല്ലെങ്കിൽ എത്യോപ്യൻ പാത്രികീസ് എന്ന് പറയുന്ന പാത്രികീസന്മാരുടെ കൂട്ടത്തിൽ ഒരു പാത്രികീസ് മാത്രമാണ് റോമൻ പാപ്പ എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ അങ്ങനെ കരുതുന്നുള്ളൂ. കത്തോലിക്ക സഭ കൊടുക്കുന്ന വലിയ സ്ഥാനമൊന്നും നമ്മൾ അങ്ങനെ കൊടുക്കുന്നില്ല. നമ്മുടെ കത്തോലിക്ക ബാവയെ പോലെ തന്നെ ഉള്ള ഒരു സ്ഥാനമാണ്, ഈക്വൽ പൊസിഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാള് പാപ്പായിൽ നിന്ന് അധികാരം പ്രാപിച്ചു എന്ന് പറയുന്നതിൽ സത്യാവസ്ഥയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗരസ്ത്യ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു മേൽപ്പെട്ടക്കാരനെ കിട്ടുക എന്നുള്ള ആഗ്രഹത്തിൽ അത് റോമുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നാലും സാരമില്ല എന്ന് ചിന്തിച്ചു കാണും, അല്ലാതെ റോമിനോടുള്ള സ്നേഹമൊന്നുമായിരുന്നില്ല. അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പൗരസ്ത്യ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു മേൽപ്പെട്ടക്കാരനെ കിട്ടിയാൽ മതി, അതിന് റോമുമായിട്ട് ബന്ധപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അത് മലങ്കരയിലെ അന്നത്തെ വിശ്വാസികൾ ചിന്തിച്ചു കാണുമെന്നും പറയുന്നു. അഹത്തള്ളായുടെ കത്തിൽ ആവശ്യപ്പെട്ടിരുന്ന പ്രകാരം പോർച്ചുഗീസുകാരുടെ പിടിയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കുവാൻ ഒരു ജനസമൂഹം കൊച്ചിയിലെത്തി. ഒരു കത്ത് കൊടുത്തു വിട്ടെന്ന് നമ്മൾ കണ്ടല്ലോ. ആ കത്തിൽ പറയുന്നു അദ്ദേഹത്തെ രക്ഷിക്കണമെന്ന്. ആ രീതിയിൽ ഒരു ജനസമൂഹം കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. പോർച്ചുഗീസ് രാജാവിന്റെ അനുവാദം കൂടാതെ ഒരു മെത്രാനെയും ഇവിടെ പ്രവേശിപ്പിക്കുകയില്ലെന്ന് ഗാർസിയ വ്യക്തമാക്കി. അപ്പൊ അദ്ദേഹം കപ്പലിലാണ്, അദ്ദേഹത്തെ ഇവിടെ ഇറക്കാൻ പറ്റുകയില്ലെന്ന് ഗാർസിയ നിർബന്ധം പിടിക്കുകയാണ്. പോർച്ചുഗീസ് രാജാവിന്റെ അനുവാദം വേണം. പോർച്ചുഗീസുകാരെ പിണക്കാൻ കൊച്ചി രാജാവും ഒരുക്കമായിരുന്നില്ല. ബലം പ്രയോഗിച്ച് അദ്ദേഹത്തെ
സ്വതന്ത്രനാക്കുമോ എന്നുള്ള ആശങ്കയിൽ അദ്ദേഹത്തെ വഹിച്ചിരുന്ന കപ്പൽ വിട്ടുപോകുവാൻ ആജ്ഞ നൽകുകയാണ് ചെയ്തത്. ഇതിനിടയിൽ അദ്ദേഹത്തെ പോർച്ചുഗീസുകാർ വധിച്ചു സമുദ്രത്തിൽ താഴ്ത്തിയെന്ന് ശ്രുതി പരന്നു. അപ്പൊ ഈ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം കൊച്ചിയിൽ മൈലാപ്പൂരിൽ നിന്ന് ഗോവയിൽ പോയി, ഗോവയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയാണ്. കൊച്ചി അടുക്കാറാകുമ്പോൾ ഗാർസിയ പറയുന്നു ഇവിടെ ഇറക്കാൻ പറ്റത്തില്ല, കാരണം പോർച്ചുഗീസ് രാജാവിന്റെ അനുവാദമില്ല. അങ്ങനെ അദ്ദേഹത്തെ തിരിച്ചുവിടാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഇവിടെ കൊച്ചിയിലുണ്ടായിരുന്ന ജനങ്ങളുടെ ഇടയിൽ ഒരു ശ്രുതി പരക്കുന്നത്. അഹത്തല്ലായെ പോർച്ചുഗീസുകാര് വധിച്ചു, അദ്ദേഹത്തെ കടലിൽ കെട്ടിത്താഴ്ത്തിയത്. ഈ വസ്തുത കേട്ട ഉടനെ ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരി പള്ളിയിൽ ഒരുമിച്ച് കൂടി ആലോചന നടത്തിയതിന് പ്രകാരം ഒരു കൂട്ടപ്രതിജ്ഞ നടത്തുവാനായിട്ട് തീരുമാനിച്ചു. ഇതിനെയാണ് കൂനൻ കുരിശ് സത്യമെന്ന് അറിയപ്പെടുന്നത്. ഇനിയും പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അതിനെ എതിർത്തുകൊണ്ട് എടുത്ത ഒരു പ്രതിജ്ഞയാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ. 1653 ജനുവരി 3-ാം തീയതിയാണ് ഈ പ്രതിജ്ഞ നടന്നത്. കുരിശിൽ കെട്ടിയ ആലാത്തിൽ പിടിച്ച് ശബദവാചകം ഉരുവിടുകയായിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് കുറെയൊക്കെ. അല്ലെങ്കിൽ അത് നമ്മുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുക. ഈ പ്രതിജ്ഞയെക്കുറിച്ചും ചരിത്രകാരന്മാർ ഭിന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്നു. ഗാർസിയയെയും ജെസുത്തരെയും തള്ളിപ്പറയുന്നതും അർക്കദിയാക്കോനെ മാത്രം നേതാവായി സ്വീകരിക്കുന്നതും മാത്രമായിരുന്നു എന്ന് റോമൻ കത്തോലിക്ക ചരിത്രകാരന്മാർ പറയുന്നു. അവരങ്ങനെ പറയത്തുള്ളൂ. കാരണം റോമ ആധിപത്യത്തെ അല്ലെങ്കിൽ വിദേശാധിപത്യത്തെ തള്ളിപ്പറയുന്ന രീതിയിലുള്ള പ്രതിജ്ഞയെ അവർ അവരുടേതായിട്ടുള്ള ഭാഷ്യം കൊടുക്കുകയാണ്. ഇത് അർക്കദിയാക്കോനോട് ചേർന്ന് നിന്നുകൊണ്ട് ഗാർസിയയെ എതിർക്കാനായിട്ട് എടുത്ത ഒരു പ്രതിജ്ഞയാണ്, അല്ലാതെ കത്തോലിക്ക സഭയ്ക്ക് എതിരല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. റോമുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിനുള്ള പ്രതിജ്ഞയായിരുന്നു മറ്റൊരു അഭിപ്രായം. മലങ്കരയിൽ അന്ന് 3 അഭിപ്രായങ്ങളെങ്കിലും നിലനിന്നിരുന്നു. അവയിൽ ഒന്ന് ലത്തീൻ പാരമ്പര്യത്തെയും റോമ അധീശത്വത്തെയും ആദരിച്ചിരുന്നു. രണ്ടാമത് ജെസുത്തരെ വിട്ട് റോമിന്റെ നേതൃത്വം സ്വാഗതം ചെയ്യുമായിരുന്നു എന്നും മൂന്നാമത്തേത് റോമിനെയും നിരാകരിക്കാൻ മുതിരുമായിരുന്നു എന്നുമാണ്. ഈ അഭിപ്രായങ്ങളെല്ലാം ഈ പ്രതിജ്ഞയിൽ പങ്കുകൊണ്ടിരുന്നു. ഈ അഭിപ്രായക്കാരെല്ലാം ഈ പ്രതിജ്ഞയിൽ പങ്കുകൊണ്ടിരുന്നു. അവരെല്ലാം ഒരേ വിധത്തിൽ ആ ശബ്ദത്തെ മനസ്സിലാക്കിയെന്ന് അനുമാനിക്കാൻ ന്യായമില്ല. ഈ സംഭവത്തിന് ശേഷം ആർച്ച് ബിഷപ്പ് ഗാർസിയയുമായി സഹകരിക്കുവാൻ കുറെ കാലത്തേക്ക് വളരെ ആളുകൾ ഉണ്ടായിരുന്നില്ല. പല രീതിയിൽ പല ആംഗിളിൽ ഇതിന്റെ കോൺസിക്വൻസസ് മനസ്സിലാക്കുകയാണ്. റോമുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ റോമുമായിട്ട് ബന്ധമില്ലായിരുന്നു, അർക്കദിയാക്കോന് വേണ്ടിയായിരുന്നു. ഈ രീതിയിലുള്ള പല വിധത്തിലുള്ള വിശദീകരണങ്ങൾ ഈ കൂനൻ കുരിശിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് മാർത്തോമ ഒന്നാമൻ. അപ്പൊ ഈ വിപ്ലവത്തിന് ശേഷമാണ് മാർത്തോമ ഒന്നാമനെ വാഴിക്കുന്നത്. 1653 ജനുവരി 3-ാം തീയതി നടന്ന ഈ സംഭവത്തെ തുടർന്ന് തോമസ് അർക്കദിയാക്കോന് വലിയ പിന്തുണ ലഭ്യമായി. സമുദായം മുഴുവൻ അദ്ദേഹത്തിന്റെ നേതൃത്വം സ്വീകരിച്ചു. ഇടപ്പള്ളിയിൽ 3 നോമ്പിനോടനുബന്ധിച്ചു കൂടിയ ജനസമൂഹം അർക്കദിയാക്കോനെ ഭരണകർത്താവായി ഉദ്ഘോഷിച്ചു. ഇത് കൂടാതെ 4 വൈദികരുടെ ഒരു കൗൺസിൽ അർക്കദിയാക്കോന്റെ സഹായത്തിനായിട്ട് തെരഞ്ഞെടുത്തു. കുറവിലങ്ങാട് പറമ്പിൽ ചാണ്ടി, അകപ്പറമ്പ് വേങ്ങൂർ ഗീവർഗീസ്, കടുത്തുരുത്തി കടവിൽ ചാണ്ടി, കല്ലിശ്ശേരിൽ ആഞ്ഞിലിമൂടിൽ ഇട്ടിത്തൊമ്മൻ എന്നീ പട്ടക്കാരായിരുന്നു 4 പട്ടക്കാരുടെ ഒരു കൗൺസിൽ തോമസ് അർക്കദിയാക്കോന് അദ്ദേഹത്തിന്റെ ഭരണത്തെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കുവാനായിട്ട് അന്നത്തെ ജനസമൂഹം അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കുകയാണ്. ആലങ്ങാട്ട് യോഗം മെയ് 22-ാം തീയതി സമ്മേളിച്ചു. അവിടെ 12 പട്ടക്കാർ ചേർന്ന് തോമസ് അർക്കദിയാക്കോനെ എപ്പിസ്കോപ്പൽ സ്ഥാനത്ത് ഉപവിഷ്ടനാക്കി. അങ്ങനെയാണ് അദ്ദേഹത്തിന് മാർത്തോമ ഒന്നാമൻ എന്ന് പേര് വരുന്നത്. ആ വൈദികരിൽ മേൽപ്പറഞ്ഞ 4 വൈദികരും ഉണ്ടായിരുന്നു എന്ന് പറയാവുന്നതാണ്. അന്നത്തെ പ്രമുഖരായ പട്ടക്കാരാണ് ഈ 4 പട്ടക്കാർ. അപ്പൊ ഈ 12 പട്ടക്കാർ ചേർന്ന് മാർത്തോമായെ വാഴിച്ചതിനെ കുറിച്ച് ഉണ്ടായ അപവാദങ്ങളും മറ്റ് പ്രശ്നങ്ങളൊക്കെ അതിന് പിന്നാലെ വരുന്നുണ്ട്.
12 പട്ടക്കാർ ചേർന്ന് മേൽപ്പട്ടക്കാരനെ വാഴിച്ചതിന്റെ സാധുതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അകത്തള്ള കൊടുത്തെന്ന് അവകാശപ്പെടുന്നതും വ്യവസ്ഥകൾക്ക് വിധേയമായും ഇട്ടിത്തൊമ്മൻ കത്തനാർ യോഗത്തിൽ വായിച്ചതുമായ കത്തിന്റെ അടിസ്ഥാനമാണ് ഇതിനെ ന്യായീകരിക്കുന്നവർ അവലംബമാക്കി കാണിക്കുന്നത്. അപ്പം അഹത്തള്ളായുടെ കത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു രീതി ഒരു അഭിപ്രായം അവിടെ കാണിച്ചുകൊണ്ട് ആ സ്ഥാനത്തെ സാധുതപ്പെടുത്തുകയാണ് ഒരു കൂട്ടർ. എന്നാൽ അഹത്തള്ള ഒരു കത്ത് മാത്രമേ നൽകിയിട്ടുള്ളൂ. അതിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ കത്ത് വ്യാജനിർമ്മിതമാണ് എന്ന് മറുപക്ഷം ഉറപ്പിച്ചു പറയുന്നു. തന്റെ സ്ഥാനമോ തന്റെ സ്ഥാനാരോഹണ ശേഷവും സ്വന്തം നില സ്ഥാപിക്കുവാൻ മാർത്തോമ ഒന്നാമൻ തന്ത്രങ്ങൾ പ്രയോഗിച്ചതായിട്ട് ആരോപണമുണ്ട്. മാർത്തോമ ഒന്നാമനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നിയമപരമായിട്ട് പാലിക്കപ്പെട്ട ഒരാളാണെന്നും അല്ല എന്നും അഭിപ്രായമുണ്ട്. പക്ഷെ അദ്ദേഹം നിയമപ്രകാരം പാലിക്കപ്പെട്ട ആളാണെന്ന് സ്ഥാപിച്ചെടുക്കുവാനായിട്ടുള്ള ചില തന്ത്രങ്ങൾ മാർത്തോമ ഒന്നാമൻ ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഒന്ന്, ഈ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരുടെ സർവാധിപത്യം നിലനിന്നിരുന്നു. അവർക്കെതിരായി ഒരു ശക്തി കേരളത്തിൽ ഉണ്ടായതിനെ സാധൂകരിച്ചാലും വിമർശിച്ചാലും സാരമില്ല. റോമൻ കത്തോലിക്ക സഭ ഉൾപ്പെടെ ആഗോള സഭകൾ ചെയ്തതായി ചരിത്രത്തിൽ കാണുന്ന പല നിർണായക നടപടികളെയും ഇന്ന് നീതീകരണം അർഹിക്കുന്നതായി സഭകൾ പരിഗണിക്കുന്നുണ്ട്. അപ്പൊ ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ എല്ലാ സഭകളിലും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ചില കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ചില കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് അതിനെ ജസ്റ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ റെഗുലറൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് എല്ലായിടത്തും കാണുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് തെറ്റെന്ന് പറയുവാനായിട്ട് സാധ്യമല്ല എന്നാണ്. ഗത്യന്തരമില്ലാതെ വീർപ്പ് മുട്ടിയ ആ സാഹചര്യത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് റോമൻ കത്തോലിക്ക സഭാ നേതൃത്വം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് അത് ചെയ്തു എന്നാണ് ഈ നമ്മുടെ ചരിത്രകാരൻ, ഗ്രന്ഥകാരൻ വന്യ വൈദ്യ അച്ഛൻ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അഹത്തള്ള നൽകിയതായി EM ഫിലിപ്പോസ് പറയുന്ന കത്തിൽ മെത്രാൻ എന്ന പദവി നൽകാൻ മാത്രം പറയുന്നതല്ലാതെ മുമ്പില്ലാതിരുന്ന ഒരു അവകാശവും അതിൽ സൂചിപ്പിക്കുന്നില്ല. അതുകൂടാതെ അപ്രകാരം ഒരു കത്തെഴുതാൻ മലങ്കര സഭയുടെ മേൽ അഹത്തള്ളായ്ക്ക് എന്ത് അധികാരം ഉണ്ടായിരുന്നു എന്നുള്ളതും ചോദ്യമാണ്. റോമൻ പാപ്പ അധികാരപ്പെടുത്തിയിരുന്നു എന്ന് കത്തോലിക്കരും അന്ത്യോക്യ പാത്രികീസ് എന്ന നിലയിൽ അധികാരമുണ്ടായിരുന്നുവെന്ന് ഫിലിപ്പോസും സൂചിപ്പിക്കുന്നുവെങ്കിലും ചരിത്രപരമായ തെളിവുകൾ അതിനില്ല. ഈ അഹത്തള്ളായുടെ അധികാരത്തെക്കുറിച്ച് ഉള്ള ചോദ്യമാണ്. ഈ പ്രവൃത്തിയെ വളരെ നിന്ദാപൂർവം കാണുന്ന റോമൻ കത്തോലിക്ക ചരിത്രകാരന്മാർ അവരുടെ പൂർവികർ ചെയ്ത സംഗതിയായി അതിനെ കാണാൻ ശ്രമിക്കാതെ മറുപക്ഷത്തെ അധിക്ഷേപിക്കുവാൻ ഇതുകൊണ്ട് വ്യഗ്രത കാണിക്കുകയാണ്. അലക്സാന്ദ്രിയ മുതലായ സ്ഥലങ്ങളിൽ ബിഷപ്പുമാരെ വാഴിച്ചിരുന്നത് അവിടുത്തെ പട്ടക്കാരുടെ കൗൺസിലായിരുന്നു എന്നതിന് ചരിത്രപരമായ തെളിവുകളുണ്ട്. ബിഷപ്പുമാരെ വാഴിക്കുന്നത് സംബന്ധിച്ചുള്ള നിയമം ആദ്യമായി ആവിഷ്കരിച്ചത് 325 നിഖ്യാ സുന്നഹദോസിലാണ്. അപ്പൊ ഈ സംഭവം മറ്റു സ്ഥലങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു കാണിക്കുന്ന ഒരു കാര്യം. അത് 325 നിഖ്യാ സുന്നഹദോസിൽ മെത്രാന്മാരെ വാഴിക്കുന്നത് സംബന്ധിച്ചുള്ള നിയമങ്ങൾ അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആ പാഠം അവസാനിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത പാഠത്തിലേക്ക് കടക്കാം. സമയം ഇനി നമുക്ക് 15 മിനിറ്റ് ആണുള്ളത്. എന്തെങ്കിലും ഉണ്ടോ? ഈ കൂനൻ കുരിശ് വളഞ്ഞു എന്ന് പറയുന്നതിന് ഇവിടെ അത് വളഞ്ഞ കുരിശായിരുന്നല്ലയോ പറയുന്നത്? ആദ്യം വളഞ്ഞ കുരിശ് എന്ന് പറയുന്നില്ല, ഒരു ചരിഞ്ഞ കുരിശ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ ആലാത്ത് കെട്ടി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഈ തോമസ് അർക്കദിയാക്കോനും കുറെ പട്ടക്കാരും മറ്റാളുകളൊക്കെ പള്ളിക്കകത്തും പുറത്തു നിന്ന ആളുകൾ ഈ കുരിശിൽ ആലാത്ത് കെട്ടി അതിൽ പിടിച്ചു. ആ സമയത്ത്
നേരത്തെ ചരിഞ്ഞു നിന്ന കുരിശാണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആലാത്ത് കെട്ടിയപ്പോൾ അത് ചരിഞ്ഞതാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഗണ്യമായ ഭാഗം ഈ മലങ്കര അർക്കദിയാക്കോന്റെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ ബാക്കി ഭാഗം അപ്പോഴും റോമൻ ഗാർസിയ ബിഷപ്പുമായിട്ട് ചേർന്ന് നിൽക്കുക. അത് ഞാൻ പറഞ്ഞില്ലേ, അത് രാഷ്ട്രീയ ശക്തിയും സ്വാധീനവും അവർക്കായിരുന്നല്ലോ. ഈവൻ നമ്മുടെ നാട്ടുരാജാക്കന്മാർ പോലും പോർച്ചുഗീസുകാരെ അവരുടെ പിന്നെ ആ സ്വാധീനത്തിലായിരുന്നു. കാരണം ഇവർക്കെല്ലാം ഈ കച്ചവടമാണ് പ്രധാനം. അതുകൊണ്ട് ക്രിസ്ത്യാനികളെന്നോ അല്ലെങ്കിൽ സഭയെന്നോ മലങ്കര നസ്രാണികളെന്നോ അവരെങ്ങനെയും ആയിക്കോട്ടെ എന്നുള്ള ഒരു രീതിയിൽ രാജാക്കന്മാർ പോലും അല്ലെങ്കിൽ ഇടപ്രഭുക്കന്മാർ പോലും നമുക്കെതിരായിട്ട് നിന്നപ്പോഴാണ് കുറെ ആളുകൾ ഒരുപക്ഷെ ഭയപ്പെട്ടായിരിക്കും കത്തോലിക്ക ലോകത്തിന്റെ കീഴിൽ നിന്നത്. അത് ആ രീതിയിൽ അന്നത്തെ സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണ്. പക്ഷെ തീർച്ചയായിട്ടും മാർത്തോമായുടെ പുറകിൽ വളരെ ശക്തമായ ഒരു സമൂഹം ഉണ്ടായിരുന്നു. അത് അഹത്തള്ളായുടെ വരവിനെ കുറിച്ച് കേട്ടപ്പോഴാണ് കൂടുതൽ ശക്തമായത്. അങ്ങനെയാണ് നയിച്ച ബിഷപ്പാന്നൊക്കെ പറയുന്നത്. ഇവിടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്നത് റോമാക്കാരെ പറ്റിച്ചേർന്ന ഒരു ബിഷപ്പ് വന്നു, അലക്സാന്ദ്രിയയിൽ നിന്ന് വന്നു എന്നുള്ള രീതിയാണ് കുറച്ചുകൂടെ. പക്ഷെ അതിനൊന്നും ചരിത്രപരമായിട്ടുള്ള സാധുതയില്ലെന്നാണ് ഈ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്. അത് ഒരുപക്ഷെ ശരിയായിരിക്കാം, അല്ലെങ്കിൽ വെറും ഊഹാപോഹങ്ങളായിരിക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഈ രാജ്യോതി മാർത്തോമ ഒന്നാമനെ വാഴിച്ചതാരെ, അപ്പൊ ആ അധികാരം അർക്കദിയാന് തന്നെ ഉണ്ടോ, അതോ വേറെ ബിഷപ്പ്മാരെ വല്ലതും വരുത്തിയിരുന്നു? ഈ മാർത്തോമ തോമസ് അർക്കദിയാക്കോനെയാണ് മാർത്തോമ ഒന്നാമൻ എന്നുള്ള പേരിൽ ഒരു ബിഷപ്പിന്റെ പദവികൾ അല്ലെങ്കിൽ അവകാശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ആദ്യമായിട്ട് വാഴിക്കുന്നത്. അത് ആ സമയത്ത് 12 വൈദികരാണ് കാർമ്മികരായിട്ട് അത് ചെയ്യുന്നത്. അതിന്റെ സാധുതയാണ് നമ്മൾ അതിന് വാലിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചതാണ്. അവസാനം നമ്മൾ കണ്ടത് അലക്സാന്ദ്രിയയിലും മറ്റു സ്ഥലങ്ങളിൽ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. AD 375 നിക്കാ സുനോദോസിൽ അങ്ങനെയുള്ള നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് സാധുത ഇല്ലെന്ന് പറയാനും പറ്റുകയില്ല എന്നാണ് വായിച്ചത്. അടുത്ത പാഠം അല്ലേ, പോകാമോ? ഹലോ, യൂണിറ്റ് 4 ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഓക്കെ, യൂണിറ്റ് 4 പാഠം 2, തോൽവിയെ നേരിടുവാനുള്ള റോമിന്റെ യത്നങ്ങൾ. അപ്പൊ ഇവിടെ ഒരു തോൽവിയെന്ന് തന്നെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. 1653 കൂനൻ കുരിശ് സത്യത്തിലൂടെ 2 പക്ഷമായി തീർന്നു. ഒരു പക്ഷം അവരുടെ ഒരു നേതാവിനെ വാഴിക്കുകയും ചെയ്തു. അപ്പോൾ അതിനെ ഒന്ന് നേരിടുവാനായിട്ട് റോം എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ് പ്രാരംഭം. ഗാർസിയായുടെ യത്നങ്ങൾ, റോമിന്റെ കർമ്മകുശലമായ ഇടപെടൽ, മാർത്തോമായുടെ വിഷമസന്ധി. പ്രാരംഭ പ്രകാരമാണ്. ഗാർസിയ മരിച്ചതിന് ശേഷം കർമ്മലീത്തർ കേരളത്തിലെത്തി 1657 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. അന്നത്തെ സാഹചര്യത്തെ അതിജീവിക്കുവാൻ മാർത്തോമായെ വിട്ട് മറുപക്ഷം ചേർന്നിരുന്ന പറമ്പിൽ ചാണ്ടി കത്തനാർ അവർക്ക് വേണ്ട സഹകരണം നൽകി. ഇപ്പൊ മാർത്തോമായുടെ കൂടെ നിന്ന 3 പട്ടക്കാരും ഗാർസിയയുടെ പക്ഷം ചേരുകയാണ്, അല്ലെങ്കിൽ പോർച്ചുഗീസിന്റെ പക്ഷം ചേരുകയാണ്. അവസാനം ഇട്ടിത്തൊമ്മൻ മാത്രമാണ് മാർത്തോമായുടെ കൂടെ നിൽക്കുന്നത്. സഭയിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ചാണ്ടി കത്തനാർ മാർത്തോമായുടെ ബന്ധു കൂടിയായിരുന്നു. അദ്ദേഹത്തെ കൂടാതെ ഇട്ടിത്തൊമ്മൻ ഒഴികെ മറ്റു 2 പേരും കൂടി മറുപക്ഷം ചേർന്നു. അപ്പൊ ഇവരെല്ലാം ഒരുപക്ഷെ ഈ റോമിന്റെ സ്വാധീനം അല്ലെങ്കിൽ പണമോ എന്തെങ്കിലും മറ്റൊരു കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണും. അവരെ അതിനകത്ത് നിന്ന് മാർത്തോമയുടെ പക്ഷത്ത് നിന്ന് വിടർത്തി അവരുടെ പക്ഷത്താക്കുവാനായിട്ട് അവർ ചെയ്തതാണ്. ആരെങ്കിലും വല്ലതും ചോദിക്കായിരുന്നോ? ഓക്കെ, 1657 മുതൽ 1663 വരെയുള്ള കാലഘട്ടം മാർത്തോമ ഒന്നാമൻ നിരവധി യാതനകൾ സഹിച്ചു. ഡച്ചുകാർ ഈ സമയത്ത് കേരളത്തിൽ എത്തുകയുണ്ടായി. പിന്നീട് 1665 യെരുശലേമിലെ ഗ്രിഗോറിയോസ് കേരളത്തിൽ എത്തുന്നത് വരെയും ഈ അവസ്ഥ തുടർന്നു. അപ്പൊ 53 മുതൽ 65 വരെ
ഭയങ്കരമായ യാതനകളൊക്കെ ഈ മാർത്തോമാ ഒന്നാമൻ സഹിക്കേണ്ടി വന്നു. ഗ്രിഗോറിയോസ് എന്ന ഒരു മേൽപ്പെട്ടക്കാരൻ യെരുശലേമിൽ നിന്ന് വരുന്ന സമയം വരെ മാർത്തോമാ ഒന്നാമനെയും ഇട്ടിത്തൊമൻ കത്തനാരെയും അപായപ്പെടുത്തി എതിർപ്പിനെ അതിജീവിക്കുവാൻ പോലും റോമൻ കത്തോലിക്ക നേതൃത്വം ചിന്തിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പൊ ഇവരെ രണ്ടുപേരെയും ഒടുക്കിക്കളഞ്ഞാൽ, കാരണം മറ്റ് മൂന്നച്ഛൻ പട്ടക്കാരെ അവര് തിരിച്ചവരുടെ പക്ഷത്ത് ചേർത്തു. ഇനി അവശേഷിക്കുന്ന മാർത്തോമാ ഒന്നാമനും ഇട്ടിത്തൊമൻ കത്തനാരുമാണ്. ഇവരെയും കൂടി അങ്ങ് തട്ടിയാൽ ഈ എതിർപ്പുകളും പ്രശ്നങ്ങളും തീരുമെന്നുള്ള രീതിയിൽ വരെ കത്തോലിക്കര് ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് ഗാർസിയായുടെ യത്നങ്ങൾ. കൂനൻ കുരിശ് വിപ്ലവത്തിന് ശേഷം അതിനെ അടിച്ചമർത്തുവാൻ ഗാർസിയ പോർച്ചുഗീസിന്റെയും നാട്ടുരാജാക്കന്മാരുടെയും സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ ജെസ്യുത്തരല്ലാത്ത മറ്റ് റോമൻ കത്തോലിക്ക സമൂഹങ്ങളുടെ സഹകരണത്തിൽ പ്രശ്നം പരിഹരിക്കാനാണ് ഉപദേശം ലഭിച്ചത്. മാർത്തോമായുമായി സന്ധ്യാലോചനകൾക്കായി ഗോവയിൽ നിന്നും പ്രതിനിധികൾ അയക്കപ്പെട്ടു. വിപ്ലവത്തെക്കുറിച്ച് ക്ഷമാപണ കത്തെഴുതുവാൻ മാർത്തോമായെ നിർബന്ധിച്ചു. അദ്ദേഹത്തിന് മലങ്കരയുടെ ആർച്ച് ബിഷപ്പ് സ്ഥാനം വാഗ്ദാനം ചെയ്തു. എന്നാൽ പിന്നീട് അദ്ദേഹം ആ കത്തിന്റെ താല്പര്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. നമ്മൾ നേരത്തെ അതിന്റെ സൂചന ഉണ്ടായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു കത്തെഴുതുക, ഒരു അപ്പോളജി അദ്ദേഹത്തെ കൊണ്ട് എഴുതിക്കുക. രണ്ടാമത് അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പ് ആക്കാമെന്നുള്ള ഒരു വാഗ്ദാനവും. എങ്ങനെയെങ്കിലും പ്രശ്നം തീരാനായിട്ട്. അപ്പൊ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ കൊണ്ട് അപ്പോളജി ലെറ്റർ എഴുതാനായിട്ട് നിർബന്ധിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു സ്ഥാനം, ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനം കൊടുക്കാമെന്നുള്ള വാഗ്ദാനം ഉണ്ടായി. അങ്ങനെ ഒത്തിരി പല രീതിയിൽ അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നീട് റോമിനോട് നേരിട്ട് പ്രശ്നത്തിൽ ഇടപെടുവാൻ ഗോവയിലെ അധികാരികൾ ആവശ്യപ്പെട്ടു. അതൊന്നും നടക്കാതെ വരുമ്പോഴത്തേക്ക് റോമിനോട് പറഞ്ഞു നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട്. ഗാർസിയ തന്നാൽ കഴിയുന്ന വിധത്തിലെല്ലാം തന്റെ നിലപാട് ശക്തമാക്കുവാൻ വേണ്ടത് ചെയ്തുകൊണ്ടിരുന്നു. പണം ഉപയോഗിച്ചും പലരെയും സ്വപക്ഷത്താക്കി തീർത്തും. അതിൻ പ്രകാരം അദ്ദേഹം കൈവരിച്ച വലിയ വിജയമായിരുന്നു പറമ്പിൽ ചാണ്ടിക്കത്തനാർ മാർത്തോമായുടെ എതിർകക്ഷിയിൽ ചേരാൻ ഇടയായത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പണവും അങ്ങനെയുള്ള സ്വാധീനങ്ങളും ഉപയോഗിച്ച് വളരെ തന്ത്രപൂർവ്വം ഒക്കെ പ്രവർത്തിച്ചിട്ടും മാർത്തോമായുടെ നിലപാട് അദ്ദേഹം ഒട്ടും തന്നെ മാറ്റാതെ ശക്തമായിട്ട് അവർ നിലനിൽക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് പരിഭവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇട്ടിത്തൊമൻ കത്തനാർ കത്ത് നൽകിയതും ചരിത്രത്തിന്റെ ഭാഗമാണ്. റോമിന്റെ കർമ്മകുശലമായ ഇടപെടലുകൾ. പോർച്ചുഗീസുകാരുടെ കുത്തക അവസാനിപ്പിക്കുവാൻ റോം തീരുമാനിച്ചു. 1622 സ്ഥാപിതമായ വിശ്വാസ പ്രചരണ സഭ, ഡി പ്രോപ്പഗാൻഡ ഫിഡെ എന്ന് പറയുന്ന ഒരു സഭയാണത്. ഈ കാലഘട്ടത്തിലാണ് 1647 1649 ജെസ്യുത്തർക്ക് പകരം കർമ്മലീത്തരെ മലങ്കരയിലേക്ക് നിയോഗിക്കണമെന്ന് അർക്കദിയാക്കോൻ റോമിന് കത്തയച്ചത്. അപ്പോൾ ഈ പോർച്ചുഗീസുകാരും അല്ലെങ്കിൽ ജെസ്യുത്തരും മലങ്കരയോട് ചെയ്യുന്ന വലിയ ദ്രോഹം മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് പകരമായിട്ട് മറ്റാരെങ്കിലും അയക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ കർമ്മലീത്തര് മലങ്കരയിൽ വരുവാനിടയായി. കർമ്മലീത്തരെ 2 സംഘങ്ങളായി മലങ്കരയിലേക്ക് നിയോഗിക്കപ്പെട്ടു. ഹിയാസിന്ത് എന്ന് പറയുന്ന വൈദികന്റെ നേതൃത്വത്തിൽ ഒന്നും ജോസഫ് സെബസ്ത്യാനിയുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘവും കേരളത്തിൽ എത്തിച്ചേർന്നു. 2 സമയത്തായിട്ട്. സെബസ്ത്യാനി കേരളത്തിൽ വന്നപ്പോൾ പോർച്ചുഗീസ് അധികാരികളുടെയും കൊച്ചി രാജ്യാധിപന്റെയും സഹായം അദ്ദേഹത്തിന് ലഭിച്ചു. സഭാതലത്തിൽ പറമ്പിൽ ചാണ്ടിയും മറ്റും അദ്ദേഹത്തെ സഹായിച്ചു. പല പള്ളികളും സന്ദർശിച്ച് അവയെ സ്വപക്ഷത്താക്കി തീർത്തു. അപ്പൊ ഈ വരുന്ന കർമ്മലീത്തരും ഫലത്തിൽ മലങ്കരയ്ക്ക് പ്രയോജനമൊന്നും ഉണ്ടാക്കിയില്ല. അവരും അന്നത്തെ സാഹചര്യത്തിന്റെ കൂടെ ചേർന്ന് മലങ്കര സഭയ്ക്ക് ദ്രോഹം ചെയ്യുക ചെയ്തത്. മാർത്തോമായുടെ എപ്പിസ്കോപ്പൽ സ്ഥാന സാധുതയെ ചൂഷണം ചെയ്ത് സെബസ്ത്യാനി പ്രചരണം ആരംഭിച്ചു. അദ്ദേഹം പറയാൻ തുടങ്ങി. സെബസ്ത്യാൻ എന്ന് പറയുന്ന ആള് മാർത്തോമാ ഒന്നാമനെ കുറിച്ച് പറയുന്നത് ചുമ്മാ മെത്രാനെന്ന്.
അപ്പം ജനങ്ങളുടെ ഇടയിൽ പള്ളികളൊക്കെ സന്ദർശിച്ച് കാര്യങ്ങളൊക്കെ പറയും, പ്രസംഗിക്കുന്ന സമയത്ത് പറയും മാർത്തോമ്മ ഒന്നാമൻ ചുമ്മാ മെത്രാനാണ്, അങ്ങേർക്ക് എപ്പിസ്കോപ്പൽ സ്ഥാനമൊന്നുമില്ല, പദവി അങ്ങനെയുള്ള അധികാരങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. ആളുകളുടെ മനസ്സിൽ അത് വിഷം കുത്തിവെച്ച് മനുഷ്യനെ അദ്ദേഹത്തിനെതിരാക്കി തീർത്തു. അങ്ങനെ ഒത്തിരി ആളുകൾ സെബസ്ത്യാനുടെ പക്ഷം ചേരുകയാണ്. ഇതിനെ വകവയ്ക്കാതെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടവർ മാർത്തോമായുടെ പക്ഷത്ത് നിലകൊണ്ടു. രണ്ട് പക്ഷമായിട്ട് മാർത്തോമായുടെ കൂടെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടരും ഉണ്ടായിരുന്നു. എന്തെല്ലാം കേട്ടിട്ടും കണ്ടിട്ടും അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ നേരിട്ടിട്ടും മാറാതെ നിന്ന ഒരു കൂട്ടർ. മേൽപ്പറഞ്ഞ രണ്ട് സംഘങ്ങളുടെയും പ്രവർത്തന ഫലമായി പോർച്ചുഗീസ് പിന്തുണയോടെ കൊച്ചി രാജ്യത്തും വടക്കങ്കൂർ രാജ്യത്തും മാർത്തോമ പ്രവേശിക്കരുതെന്നുള്ള നിരോധനം പ്രസിദ്ധപ്പെടുത്തി. മറ്റൊരടവാണ്. എന്നാൽ ഈ രാജ്യങ്ങളിലും മറ്റ് പല ചെറു രാജ്യങ്ങളിലും മാർത്തോമയുടെ അനുയായികൾ വസിച്ചിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു. 1659 സെബസ്ത്യാനിയെ മലങ്കരയുടെ ആർച്ച് ബിഷപ്പായി റോം അവരോധിച്ചു. 1658 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ തുരത്തി സിലോൺ അടക്കിയിരുന്നതിനാൽ അവർ കേരളത്തിൽ എത്തുന്നതിന് മുമ്പായി മലങ്കര സഭയെ റോമിന് സ്വാധീനമാക്കി കൊടുക്കുവാൻ സെബസ്ത്യാനിയെ സഹായിക്കാൻ അവർ ശ്രമിച്ചു. അപ്പം ഡച്ചുകാർ വരികയാണ്. ഡച്ചുകാർ സിലോൺ പിടിച്ചു. അത് കഴിഞ്ഞ് കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മലങ്കര സഭയെ റോമിന് കീഴ്പ്പെടുത്തുവാനായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് സെബസ്ത്യാനി. ഈ ലക്ഷ്യം സാധിക്കുന്നതിന് വിലങ്ങുതടിയായി നിന്ന മാർത്തോമായെയും ഇട്ടിത്തൊമ്മൻ കത്തനാരെയും അപായപ്പെടുത്തുവാൻ കൊച്ചി രാജാവിനോട് ചേർന്ന് അവർ പരിശ്രമിക്കുകയായിരുന്നു. നമ്മുടെ ഈ നാട്ടുരാജാക്കന്മാരൊക്കെ കാര്യമായിട്ടുള്ള ഗുണവും നമുക്ക് ചെയ്തില്ലെന്ന് മാത്രമല്ല ദോഷങ്ങളും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ അപായപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അവർ തൃപ്പൂണിത്തുറയിൽ ഇട്ടിത്തൊമ്മൻ കത്തനാരും മാർത്തോമ്മ ഒന്നാമനും തൃപ്പൂണിത്തുറയിൽ തടവിൽ പാർക്കുമ്പോൾ അവിടെ അവരെ സന്ദർശിക്കാൻ എത്തിയ മുളന്തുരുത്തിക്കാരായ 2 അൽമായക്കാരുമായി വസ്ത്രങ്ങൾ കൈമാറി ഇരുവരും രക്ഷപ്പെടുകയുണ്ടായത്. അങ്ങനെ എന്തെല്ലാം ആൾമാറാട്ടം നടത്തി വരെ രക്ഷപ്പെട്ടതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാർത്തോമായുടെ മേനാവ് അഗ്നിക്കിരയാക്കി. അങ്ങനെ മേനാവിന് ഇത്രയെങ്കിൽ മെത്രാൻ എത്ര എന്ന പഴമൊഴി ഉണ്ടായി എന്ന് വായിക്കുന്നു. അതിനുശേഷം മാർത്തോമ്മ കുറെ കാലം ഒളിച്ചു പാർത്തു. അദ്ദേഹത്തെ പിടിച്ചു കൊടുക്കുവാൻ കൊച്ചി രാജാവ് കൽപ്പന ഇറക്കി. 1663 ഡച്ചുകാർ കൊച്ചി കൈവശമാക്കിയതിനു ശേഷം അദ്ദേഹത്തിന് ആശ്വാസം ഉണ്ടാവുകയാണ്. അപ്പോൾ ഡച്ചുകാരുടെ കാലത്ത് അദ്ദേഹം കുറെയൊക്കെ റിലാക്സ്ഡ് ആയി. അപ്പൊ നോക്ക്, മാർത്തോമായ്ക്കെതിരായിട്ട് എന്തെല്ലാം അദ്ദേഹത്തിനെതിരായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെന്ന്. അടുത്തത് മാർത്തോമായുടെ വിഷമസന്ധി. 1653 മെയ് 22 സ്ഥാനം പ്രാപിച്ച മാർത്തോമ ഒരു വിവാദ പുരുഷനായി മാത്രമാണ് അറിയപ്പെടുന്നത്. നമ്മൾ കണ്ടല്ലോ, അദ്ദേഹം ചുമ്മാ മെത്രനാന്ന് വരെ പറയാൻ ഇടയായി. അദ്ദേഹത്തെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തെ തടവിൽ പാർക്കുന്നു, അദ്ദേഹം ആൾമാറാട്ടം നടത്തി രക്ഷപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടു. അതിന് കാരണം അദ്ദേഹത്തിന്റെ വശം മനസ്സിലാക്കാൻ സഹായകമായ രേഖകളുടെ അഭാവമാണ്. അദ്ദേഹത്തെ നിഷ്കരുണം വിമർശിച്ചു വന്ന മിഷണറിമാരുടെ കൃതികൾ മാത്രം ആശ്രയിക്കേണ്ടി വന്നതിനാൽ അവ അതിശയോക്തിപരമോ വ്യാജനിർമ്മിതമോ എന്ന് നിർണയിക്കുക എളുപ്പമല്ല. അപ്പോൾ അദ്ദേഹത്തെ വെറുതെ അങ്ങ് വിമർശിക്കുകയാണ്, അല്ലാതെ രേഖാപരമായിട്ടുള്ള യാതൊരു സാധ്യതയും അതിലില്ലായിരുന്നു. മാർത്തോമായുടെ സ്ഥാനാരോഹണം തെറ്റായാലും ശരിയായാലും അത് അദ്ദേഹം സ്വയമായി എടുത്തതല്ല. മലങ്കര സഭയാകമാനം ആലോചിച്ച് കൈക്കൊണ്ട ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് നടന്നത്. പിന്നീട് മറുപക്ഷം ചേർന്ന പറമ്പിൽ ചാണ്ടിക്കത്തനാർ ഈ സ്ഥാനാരോഹണത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ വാലിഡിറ്റി ഇല്ല എന്ന് പറയാനായിട്ട് അവർക്കും സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് സ്ഥാനാരോഹണം ചെയ്ത ആള് തന്നെയാണ് മറുപക്ഷത്ത് നിൽക്കുന്നത്, പറമ്പിൽ ചാണ്ടി. പിന്നീട് മാറി നിന്ന് കുറ്റം പറയുന്ന ഒരു പാരമ്പര്യം സംജാതമാവുകയായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തീർക്കാം. ആഗോള ക്രൈസ്തവ സഭമേൽ റോമിന് അധീശത്വമുണ്ടെന്നുള്ള നിലപാടാണ് ഗ്രന്ഥകാരന്മാരിൽ അധികവും ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആഗോള ക്രൈസ്തവ സഭമേൽ റോമിന് അധികാരമുണ്ടെന്നുള്ള രീതിയിൽ കാണിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ മലങ്കര സഭയുടെ ചരിത്രവും പൗരസ്ത്യ സ്വഭാവവും ഭഞ്ജിക്കാതെ
റോം അവയെ ബഹുമാനിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അതിനോട് ചേർന്ന് പോകുവാൻ സഭയിൽ വളരെ പേരും വിസമ്മതിക്കുമായിരുന്നില്ല എന്ന് പറയാം. റോമാണ് ഏറ്റവും മേളിൽ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം കൊണ്ടുവന്നാണ് മലങ്കര സഭയെ വളരെയേറെ എതിർപ്പ് നേരിടുവാനായിട്ടിടയായത്. അല്ലാതെ നമ്മുടെ പൗരസ്ത്യ സഭയുടെ സ്വഭാവവും നമ്മുടെ പാരമ്പര്യങ്ങളും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് അവര് സൗമ്യമായിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ കുറേയേറെ പേർ അവരുടെ കൂടെ കൂടുമായിരുന്നു. ഇത്രയും വലിയ പ്രക്ഷോഭം ഉണ്ടാകത്തില്ലായിരുന്നു എന്നാണ് കാണുന്നത്. സെബസ്ത്യാനിയുടെ പ്രവർത്തന ഫലമായി മാർത്തോമായുടെ പക്ഷത്തു നിന്ന് മറുഭാഗത്തേക്ക് ഒരു ജനപ്രവാഹം ഉണ്ടായത് റോമിനോടുള്ള പ്രതിപത്തിയേക്കാൾ ഉപരിയായി മാർത്തോമായുടെ സ്ഥാന ന്യൂനതയെക്കുറിച്ച് പറഞ്ഞു പരത്തിയ അപവാദമായിരുന്നു. അപ്പം റോമിനോടുള്ള സ്നേഹമൊന്നുമല്ല, ഈ ചുമ്മാ മെത്രാന്റെ കൂടെ നിൽക്കാതെ എന്ന രീതിയിൽ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ അവിടുന്ന് മറ്റേ മറുഭാഗത്തേക്ക് ആളുകൾ പ്രവഹിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനെ മറികടക്കുവാൻ മാർത്തോമ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. സെബസ്ത്യാനി റോമിൽ പോയിരുന്ന ഒരവസരം ജനങ്ങളുടെ മുമ്പിൽ അഹത്തള്ളായുടെ ഒരു കൽപ്പന പ്രകാശിപ്പിച്ചു. അതിൽ അദ്ദേഹത്തെ പാത്രിക സ്ഥാനത്ത് അവരോധിക്കുവാൻ റോമൻ പാപ്പ അഹത്തള്ളായെ അധികാരപ്പെടുത്തിയിരുന്നു എന്ന് കാണിക്കുന്നതായിരുന്നു. അപ്പോൾ ഒരു സെബസ്ത്യാനി സ്ഥലത്തില്ലാത്തൊരു സമയത്താണ് ഒരു കൽപ്പന എന്നുള്ള രീതിയിൽ അത് അഹത്തള്ള കൊടുത്ത കൽപ്പനയാണ് ഈ മാർത്തോമായെ പാത്രികീസായിട്ട് അവരോധിച്ചുകൊണ്ടുള്ള റോമിന്റെ അംഗീകാരമാണെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രകടനം നടത്തി. ഈ മാർത്തോമായുടെ അദ്ദേഹത്തിന് നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന്, റോമൻ പാപ്പ തന്റെ സ്ഥാനം നേരിട്ട് സ്വീകരിച്ചു എന്ന് പറയുന്നതായിരുന്നു. അതായത് മാർത്തോമായുടെ സ്ഥാനം മാർപ്പാപ്പ തന്നെ അംഗീകരിച്ചു എന്നുള്ളത്. അന്നത്തെ പാപ്പായുടെ മുൻഗാമി ഇത് വിശദീകരിക്കുന്ന കത്തുമായി സഹോദരപുത്രനെ കേരളത്തിലേക്ക് അയച്ചു എന്നവകാശപ്പെടുന്നതാണ്. ആ വ്യക്തിയായി അഭിനയിക്കുവാൻ ആ കാലത്ത് കച്ചവടത്തിനായിട്ട് കൊച്ചിയിലെത്തിയ ഒരു അർമീനിയക്കാരനെ ഉപയോഗിച്ചു എന്നാണ് കഥ. ഇതൊക്കെ മാർത്തോമ അദ്ദേഹത്തിന്റെ സ്ഥാനം നിലനിർത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ അന്നത്തെ വലിയ ശക്തിയോട് നേരിടുവാൻ വേണ്ടി ചില അടവുകളൊക്കെ പ്രയോഗിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മാർത്തോമായുടെ വിഷമസന്ധിയാണ്. അതിൽ നിന്ന് പുറത്തു കടക്കുവാനായിട്ട് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അത് ചില കഥകളൊക്കെയാണത്. മാർത്തോമ വഞ്ചന പ്രയോഗിച്ചു എന്ന് റോമൻ കത്തോലിക്ക ഗ്രന്ഥകാരന്മാർ എടുത്തു കാണിക്കുന്ന ഈ സംഭവങ്ങൾ അതേപടി വിശ്വസിക്കുവാനായിട്ട് കഴിയില്ല. 1653 മെയ് 22 സഭയാകമാനം ചേർന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിലനിർത്തുവാൻ അദ്ദേഹം നേരിട്ട വൈഷമ്യങ്ങളുടെ തെളിവുകളായിട്ട് വേണം അതിനെ കരുതുവാൻ. ഇതൊക്കെ അദ്ദേഹം ചെയ്തത് എന്തിനു വേണ്ടിയാണ്? അദ്ദേഹത്തെ ഏൽപ്പിച്ച എപ്പിസ്കോപ്പൽ പദവിക്ക് അനുസരണമായിട്ട് സഭയെ നയിക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരുപക്ഷെ നടത്തിയ ചില നീക്കങ്ങളാണ്. മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ എപ്പിസ്കോപ്പൽ സ്ഥാന സാധുത ചോദ്യം ചെയ്താൽ അതിനെ നേരിടുവാൻ ഒരു പൗരസ്ത്യ ബിഷപ്പിനെ ലഭിക്കുന്നതിലേക്ക് അദ്ദേഹം കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. 1665 വരെയും അതിന് ആരിൽ നിന്നും പ്രതികരണം ഉണ്ടായില്ല. 12 വർഷക്കാലം 1653 മുതൽ 1665 വരെ 12 വർഷക്കാലം വൈഷമ്യങ്ങൾ അനുഭവിച്ച മാർത്തോമ ഒന്നാമൻ പുനരൈക്യം ഉദ്ദേശിച്ച് ജേസുത്തരെ സമീപിച്ചു എന്നാണ് കഥ. മാർത്തോമ ആ രീതിയിൽ പ്രവർത്തിച്ചു എങ്കിൽ തന്നെ അതിൽ അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല. അധികം താമസിയാതെ യെരുശലേമിലെ മാർ ഗ്രിഗോറിയോസ് എന്ന അന്ത്യോക്യൻ സുറിയാനി സഭയുടെ മേൽപ്പെട്ടക്കാരൻ കേരളത്തിലെത്തി അദ്ദേഹത്തെ മാർത്തോമ സസന്തോഷം സ്വീകരിച്ചു. ഇതാണ് ഈ പാഠത്തിന്റെ രത്നച്ചുരുക്കം. ഒരു നട്ഷൽ മാത്രമാണിത്. വെറും ഒരു ഔട്ട്ലൈൻ ആണ്. നിങ്ങൾ ദയവായിട്ട് പുസ്തകം വായിച്ചു വേണം ഇത് പഠിക്കാൻ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ചോദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കും. ഈ യെരുശലേമിലെ മാർ ഗ്രിഗോറിയോസിനെ ആരെങ്കിലും നിയമിക്കുന്നതാണോ ഇങ്ങോട്ട്? ഇത് നമ്മൾ വായിച്ചല്ലോ. മാർത്തോമ ഒന്നാമൻ 12 വർഷങ്ങളായിട്ട് കത്തുകൾ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ എതിർപക്ഷവുമായിട്ട് നേരിടുവാനുള്ള ശക്തി അദ്ദേഹത്തിനില്ല. എന്തെങ്കിലും ഒരു പിന്തുണ വെളിയിൽ നിന്ന് കിട്ടണം. അതിനുവേണ്ടി 12 വർഷവും അദ്ദേഹം നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അത് അവസാനം
യെരുശലേമിലെ മാർ ഗ്രിഗോറിയോസിനെ അന്ത്യോക്യൻ പാത്രിയർക്കീസിന്റെ അധികാരപത്രവും നൽകിയാണ് അയച്ചെന്നുള്ള രീതിയിലാണ് ചരിത്രം മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അന്ത്യോക്യൻ സഭയുമായിട്ട് ആദ്യമായിട്ട് മലങ്കര സഭയ്ക്ക് ബന്ധമുണ്ടാകുന്നത് 1665 അതിനു മുൻപ് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ ഈ കണ്ട പാഠങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഉണ്ടായിരുന്ന ഒരേ ഒരു ബന്ധം പേർഷ്യൻ സഭയുമായിട്ടാണ്. ഇപ്പോൾ 1665 ആദ്യമായിട്ട് അന്ത്യോക്യൻ സഭയിൽ നിന്ന് ഒരു മെത്രാൻ കേരളത്തിലെത്തുന്നത്. അങ്ങനെയാണ് അന്ത്യോക്യൻ സഭയുമായിട്ട് മലങ്കര സഭയ്ക്ക് ബന്ധമുണ്ടാകും. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? എത്ര പേരുണ്ട്? 22 പേര്. 20 പേര്. 22 ഉണ്ടായിരുന്നു നേരത്തെ. ഞാൻ ഉൾപ്പെടെ 19 28 പറഞ്ഞപ്പോ 20 ഓക്കെ. ചരിത്രം പഠിക്കാൻ ഇച്ചിരി വിരസതയുണ്ട്, ഇച്ചിരി ബുദ്ധിമുട്ടായത്. കഥകളല്ലല്ലോ ഇത്, സംഭവങ്ങളാണ്. ഇന്ന് കൺവെൻഷൻ അവിടെ ഒരു പ്രസംഗമൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ കയറി കാണത്തില്ല. അത് ഹ്യൂസ്റ്റണിലല്ലേ? ഒരാള് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞായിരുന്നു, ഒരു സഹോദരി പറഞ്ഞു, നാളെ എനിക്ക് കയറാൻ ഒക്കത്തില്ല, ഞങ്ങളുടെ പള്ളിയിൽ കൺവെൻഷനാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുപോലെ ആരെങ്കിലും ഒക്കെ കാണും. ഓക്കെ, നമുക്ക് വേറൊന്നുമില്ലെങ്കിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. എന്താ? ഓക്കെ ആണോ? ഓക്കെ, പ്രാർത്ഥിക്കും. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ നാമത്താലേ മന്ദി കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജയമുള്ളതിന്റെ സ്ലീവായ ഞങ്ങൾ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിന്റെ കൂടെ ഇരുപ്പിന്റെ ഭവനങ്ങളായ ഞങ്ങളെ നിജമിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ വക്കിലും എല്ലാ സമയത്തിലും നിന്റെ ദൈവത്തിന്റെ ചെറിയ കീഴിൽ നീക്കെ ഞങ്ങൾ മറച്ചുകൊള്ളണമേ. May the love of God, the Father, the grace of the only begotten Son, the fellowship and communion of the Holy Spirit be with us all now and forever. Amen. Thank you everyone and a good night. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.